എന്റെ ചേട്ടൻ ഒരു പോക്കൃത്തരം കാണിച്ചിട്ടില്ല. ഒരു പോക്കൃത്തരം കാണിച്ചില്ലല്ലേ? കാണിച്ചില്ലല്ലേ നിങ്ങള്? എടി ഞാൻ കുളിമുറി കുളിച്ചോണ്ടിരിക്കുന്നത് ബെഡ്റൂമിൽ കുളിക്കാൻ പറ്റുമോ നിനക്ക്? പറയുന്നതിന്റെ ഇടയ്ക്ക് പറയരുത്. ഞാൻ വെന്റിലേഷൻ വഴി നോക്കുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു ഷൂ ഷൂ എന്നൊരു ശബ്ദം. ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോൻ സുഗുണൻ. നീ മാറ് റെഡി. ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ? ഞാൻ ഷൂഷു വെച്ചിട്ടില്ല. നീ ശരിക്കും ഓർത്ത് നോക്ക്. ഷൂഷു ആയിരുന്നോ ഷൂ ആയിരുന്നോ? ഷൂ ആയിരുന്നോ? ഷൂഷു തന്നെയായിരുന്നു. ഷൂഷു. നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ? സുധേ, രജനിയുടെ പേര് എനിക്ക് അറിയാമോ? അറിയാം. രജനെ അറിയാൻ വയ്യാത്തവരല്ലേ ഷൂഷു എന്ന് വെക്കണ്ടു? സത്യം. എനിക്ക് രജനെ അറിയാം. അതുകൊണ്ട് ഞാൻ എന്തിനു ഷൂഷു വെക്കണം? എടി നിന്റെ പേര് എന്റെ ചേട്ടൻ അറിയാം, പിന്നെ എന്തിനാ ചേട്ടൻ ഷൂഷു വെക്കണം? എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. എന്റെ കുളിമുറി വന്ന് ഷൂഷു എന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്കത് മാത്രം അറിഞ്ഞാൽ മതി. ശരിയാണോ തെറ്റാണോ? നീ കാണിച്ച ശരിയാണോ? എന്ത്? ഞാൻ വെന്റിലേഷനിൽ കൂടെ നോക്കിയപ്പം നീ കുളിക്കാൻ കയറി വന്നത് ശരിയാണോ? അത് ശരിയാണോ? എന്റെ ചേട്ടൻ വെന്റിലേഷനിൽ കൂടെ നോക്കുന്ന സമയത്ത് മാത്രം നിനക്ക് കുളിക്കാൻ സമയമുള്ളൂ. എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും. ആരടി ചോദിക്കാൻ? അത് ന്യായം. അവിടെ ബാത്റൂം അല്ലേ, അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം. ചേട്ടൻ ഞാനൊരു കാര്യം പറയാം, ഇതിൽ എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പോകും. ഒന്നുമില്ലടേ. ഒന്നുമില്ലെന്ന് അപ്പോൾ നിങ്ങളെ കണ്ട് പെമ്പിളെ കണ്ട് പഠിക്കണം. രാവിലെ എണീച്ച് മുറ്റമടിച്ച് വെള്ളം കോരി അമ്മമാരെയൊക്കെ സഹായിച്ച് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണാണ് നീ. അന്യ വീട്ടിലോട്ട് പോണം. നാട്ടുകാർ കണ്ടെന്ന് വിചാരിക്കും. ഈ മാലോകരോട് ഞാൻ എന്ത് പറയും? ഈ വീട്ടിൽ ആരാ വേലക്കാരി? ഞാനാ നീയാ? ഞാൻ ഈ തുണിയൊക്കെ നല്ലോണം കഴുകി നേരെ ഇടാൻ നോക്കും. വന്നിരിക്കല വെറുതെ അടുക്കളയിൽ ഇരുന്ന ഞാൻ ഒരു പടവലങ്ങി എടുത്ത് അതിന് പോലും നോവാതെ ചൊറണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന് വേതാളം പറഞ്ഞ് പണി ഇരുന്ന് വാങ്ങിയേ. അല്ല, നീ കുറച്ചുകൂടി എന്തോ പറഞ്ഞില്ലേ? ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, എന്തോ പറഞ്ഞു. അത് വെള്ളം കൊരണമെന്ന് പറഞ്ഞായിരുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് വിറവ് കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു. ഈ വെള്ളത്തിന്റെ വിറകിന്റെ നടുക്ക് എന്തോ പറഞ്ഞില്ലേ? കലം വെച്ച് ചോറ് വയ്ക്കണമെന്ന് പറഞ്ഞായിരുന്നു. അയ്യോ അല്ല, കല്യാണം എന്നോ പ്രായം എന്നോ എന്തൊക്കെ പറഞ്ഞില്ലേ? അത് കല്യാണ പ്രായം കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. എന്നെ കണ്ട കല്യാണ പ്രായം തോന്നുന്നു. നിന്റെ കാര്യമല്ല, എന്റെ കാര്യമാ പറഞ്ഞത്. കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കുന്നെന്ന്. ഓ, അല്ലെങ്കിൽ ആരോട് പറയാൻ? ഈ വീട്ടിലെ അടുക്കളയിലെ പുകയും കൊണ്ട് എല്ലാം കൊണ്ട് തുമ്പപ്പൂ കണക്കിരുന്ന പെണ്ണാണ് ഇപ്പൊ ശവനാറിപ്പൂ കണക്കായി. 3 മാസത്തെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല. നീ ഇങ്ങനെ സെന്റി അടിക്കാതെ ഒരുമാതിരി വൃത്തികെട്ട സംസാരം എന്നോട് പറയരുത്. ആരെയും സെന്റർ നിർത്തി ഞാൻ അടിച്ചിട്ടില്ല. ഞാൻ അതല്ല, നിനക്ക് അഫയർ വല്ലതും ഉണ്ടായിരുന്നോ? നിനക്ക് കല്യാണം കഴിക്കാത്ത എന്താന്ന്? അങ്ങനെ ചോദിച്ചാ 16ാമത്തെ വയസ്സിൽ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. വാവല്ല, വേറൊരു പയ്യൻ. എന്നിട്ട് പറഞ്ഞാ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നേ. അങ്ങനെ കാണാതെ അങ്ങനെ ഞാൻ ഒളിച്ചു നോക്കുമായിരുന്നു. ആ ശബ്ദം കേൾക്കുമായിരുന്നു. അവസാനം എന്റെ പ്രേമം എന്റെ വീട്ടുകാരെ അറിഞ്ഞപ്പോ ആലോചിക്കാൻ വേണ്ടി പോവാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് പയ്യന്റെ സ്ഥലം അങ്ങ് ദൂരെയാണെന്ന്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തോണ്ട് എന്റെ സ്നേഹം ഞാൻ എന്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. അതൊക്കെ പോട്ടെ, ആരായിരുന്നു ആ പയ്യൻ? കമലഹാസൻ. ആരാ? സിനിമ നടൻ കമലഹാസൻ. കമലഹാസനോ? കൺമണി, അൻപോട് കാതലൻ, ഞാൻ എഴുതും കടിതമേ. അയ്യടാ, കടിതം ഇതറിഞ്ഞാലേ കമലഹാസൻ ഫ്ലൈറ്റ് പിടിച്ചിങ്ങ് വരും. എന്നൊക്കെ നിന്നെ തട്ടാൻ. ഇനി ഏതെങ്കിലും ഒരു പുരുഷൻ എന്റെ മുമ്പിൽ വന്ന് പെടും, എനിക്ക് ഇഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കുകയും ചെയ്യും. കഴിക്കും. എന്നിട്ട് അവനോട് ഞാൻ ഒരു കാര്യം തന്നെ പറയും, മറന്നു പോവാതിരിക്കാൻ വേണ്ടി. കൺമണി, അൻപോട് കാതലൻ, ഞാൻ എഴുതും കടിതമേ. എന്റെ ദൈവമേ, ഇവളെ എന്ത് പറയാൻ? ഡോക്ടർ ഫെർണാണ്ടസ്, ഞാൻ ഡൽഹിയിലാണ് പഠിച്ചത്. എന്റെ പല്ലേ ഒന്ന് മുല്ലമുട്ട് പോലാക്കി തരാം. സിമ്പിൾ. എത്രയോ പേരുടെ പല്ലുകൾ മുല്ലമുട്ട് പോലാക്കിയിരിക്കുന്നു. ഒന്ന് ചിരിച്ചേ, സ്മൈൽ പ്ലീസ്. എന്നാടി ഞാൻ പെണ്ണാളാൻ വന്നപ്പോ ഇരുന്ന് നക്ഷത്രം പറിച്ചതുപോലെ ഇങ്ങോട്ട് നോക്കി ചിരിക്കൂ പ്ലീസ്. കം ഓൺ, കം ഓൺ. യെസ് യെസ് യെസ്. രണ്ട് കെട്ടിയിട്ടുണ്ടല്ലേ? എങ്ങനെ? രണ്ട് കെട്ടിയിട്ടുണ്ട്. എടി, അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ നിന്നോട് ചോദിച്ചതാണ് നിനക്ക് ഇതിനു മുമ്പ് വല്ല ലൈൻ ഉണ്ടോ? കെട്ടിയതാണെന്ന് ഞാൻ ചോദിച്ചപ്പോ അന്ന് ഇവള് പറഞ്ഞില്ല. ഇപ്പൊ ഒരു പരിചയമില്ലാത്ത ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോ അവള് പറഞ്ഞില്ലേ ഒന്ന് കെട്ടിയതാണ്, അതിനുശേഷം വേറെ കെട്ടിയതാണ്. എന്റെ ഡോക്ടർ ഇങ്ങനോട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞതാ, ഞാൻ 2 കെട്ടിയതാണെന്ന് ഞാൻ പറഞ്ഞതാ. മനഃപൂർവ്വം എന്റെ തലയിലെടുത്തേക്ക് വെച്ച് തന്നത്. ഒന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ അതിന് മുമ്പേ ഞാൻ കെട്ടിയതാ. അതിനുശേഷം ഇങ്ങനെ കൊണ്ടുപോയി എന്നെ കെട്ടിച്ചത്. അത് മേഡം പറഞ്ഞു
അല്ലേ അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? വാസന നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? വാസന ഞാൻ എന്താ ഉദ്ദേശിച്ചത്? നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആള് നിക്കണ ഞാൻ നമ്മള് ഇത് കഴിഞ്ഞാൽ അവള് നിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ കൂടെ കൂമ്പിടിക്കാൻ വാട്സ് ചെയ്യണേ. ഉണ്ടല്ലോ എന്തോ ഒരു സമയം നിങ്ങൾക്ക് നിർത്തു